കേരളത്തിൻ്റെ വനനിയമത്തിൽ മാറ്റം വരുത്തുവാനുള്ള നീക്കത്തിൽ നിന്നും വനം വകുപ്പും സർക്കാരും അടിയന്തരമായി പിന്മാറണമെന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ ആവശ്യപ്പെട്ടു. അഖിലേന്ത്യാ കിസാൻ സഭ ഇടുക്കി ജില്ലാ സമ്മേളനത്തോട് അനുബന്ധിച്ച് ചെറുതോണി PS നെപ്പോളിയൻ നഗറിൽ നടന്ന കർഷക സംവാദം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ഗസറ്റിലൂടെ തിരക്കിട്ടുള്ള നിയമ ഭേദഗതി അംഗീകരിക്കാനാകില്ല. ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാർക്ക് നേരിട്ട് കേസെടുക്കുവാനും കേസ് അന്വേഷിക്കുവാനും അവർ ലക്ഷ്യം വയ്ക്കുന്നവരെ കസ്റ്റഡിയിൽ എടുക്കുവാനും അവരുടെ വീടും ഭൂമിയും വാഹനവും പരിശോധിക്കുവാനും കഴിയുന്ന തരത്തിലുള്ള ഭേദഗതിയുടെ കരട് രൂപമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും സാധാരണ ജനങ്ങളെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും. പോലീസിന്റെ അധികാരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരിലേക്ക് കൈമാറുന്ന തരത്തിലാണ് പുതിയ നിയമ ഭേദഗതിയുള്ളത്. ഇത് അംഗീകരിച്ച് കൊടുക്കാനാവില്ലെന്നും CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ പറഞ്ഞു. അഖിലേന്ത്യാ കിസാൻ സഭ ഇടുക്കി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന കർഷക സംവാദം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെറുതോണിയിൽ വെച്ച് നടക്കുകയാണ്. സമ്മേളനത്തിന്റെ ഭാഗമായി കാർഷിക മേഖലയിലെ കൃഷിക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും ബന്ധപ്പെട്ട കർഷക സംഘടനാ നേതാക്കളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടൊരു അഭിപ്രായ രൂപീകരണം നടത്തുന്നതിനും വേണ്ടിയാണ് അഖിലേന്ത്യാ കിസാൻ സഭ ഇത്തരമൊരു സംവാദത്തിനുള്ള വേദി ഒരുക്കിയത്. കാർഷിക മേഖലയിലെ കൃഷിക്കാർ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് കിസാൻ സഭയുടെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് കർഷകരുടെ പ്രക്ഷോഭം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. കൊടിയുടെ നിറം നോക്കാതെയുള്ള പ്രക്ഷോഭമാണ് ആരംഭിച്ചിട്ടുള്ളത്. കിസാൻ സഭ സംസ്ഥാന കൗൺസിൽ അംഗം ജോയി വടക്കേടം അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ MK പ്രിയൻ സ്വാഗതം ആശംസിച്ചു. കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ്, ജില്ലാ സെക്രട്ടറി TC കുര്യൻ, വിവിധ രാഷ്ട്രീയ കക്ഷി കർഷക സംഘടനാ നേതാക്കളായ റോമിയോ സെബാസ്റ്റ്യൻ, ജോയി വർഗീസ്, ബിജു ഐക്കര, സിനോജ് വള്ളാടി, ജോസഫ് കടവൻ, TJ റോബിൻസ്, സജി പെരുമ്പള്ളി, CP എബ്രഹാം, വിൻസെന്റ്, PT സദാശിവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഇടുക്കി.